ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എ ബ്രദർ ആൻഡ് 7 സിബ്ലിങ്സ്. ഈ പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കുമ്പളങ്ങി നൈറ്റ്സ് കണ്ട ഒരു ഫീലാണ്. കുമ്പളങ്ങി നൈറ്റ്സ് പോലെയല്ല, ലൈക്ക് ആ ഒരു തരത്തിൽ വരുന്ന പടം, ഒരു ഫീൽ ഗുഡ് വീട്ടിലെ മൂത്ത മക്കൾക്ക് വേണ്ടിയിട്ടുള്ള പടമാണിത്. അവർ ആരെങ്കിലും മരിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോഴോ കുടുംബത്തിലെല്ലാ ഭാരവും അവിടുത്തെ മൂത്ത മകന് അല്ലെങ്കിൽ മൂത്ത ആൾക്ക് തലയിലാവും. ആ രീതി ഈ പടം നല്ല നൈസായിട്ട് കാണിച്ചിട്ടുണ്ട്. ഈ പടത്തിൽ മൂത്ത മകൻ മാത്രം കഷ്ടപ്പെടുക അങ്ങനെയല്ല, എല്ലാവരും അവരുടേതായ കഷ്ടപ്പെടണം, അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് ഈ പടത്തിൽ. അതേപോലെ ഇതിലൊരു സീനുണ്ട്, അവൻ ഒരു ഹോസ്പിറ്റൽ കേസ് വരുമ്പോൾ അവന് പണിയെടുക്കേണ്ട ലാപ്ടോപ്പ് മേടിക്കേണ്ട പൈസ എന്ത് ചെയ്യും, അവരെ ഹോസ്പിറ്റൽ ചിലവിന് വേണ്ടി ചിലവഴിക്കും. അപ്പോൾ അത് പിന്നീട് മറ്റവൻ അറിഞ്ഞിട്ട് ചോദിക്കും, ഇനി എനിക്ക് എന്താ അസുഖം വന്നാലും നിന്നോട് പറയില്ല, എനിക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ വെച്ച പൈസയാണ് നീ എടുത്ത് കൊടുത്തേ. അപ്പോൾ അവൻ പറയും, പണിയെടുക്കുന്ന മൂത്തയാൾ, എടാ പൈസ പിന്നെയും കിട്ടും, ലാപ്ടോപ്പ് ഇനിയും വാങ്ങാം, ജോലി വേറത് കിട്ടും, പക്ഷേ നിൻ്റെ ആരോഗ്യം പോയാൽ നിനക്കത് തിരിച്ച് കിട്ടില്ല. അവരൊക്കെ കിട്ടുന്ന ഡയലോഗാണ്. അങ്ങനെ കുറേ നല്ല നല്ല ഡയലോഗുണ്ട് പടത്തിൽ. അതേപോലെ നമ്മൾ ചൂഷണം ചെയ്യുന്നവരുണ്ടാവും വേറെ. ഈ പടത്തിൽ ലൈഫ് സ്റ്റൈലിനും നമ്മളെ ആവശ്യമുള്ള ചിലവിനും പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ലൈക്ക് നമുക്ക് ജീവിക്കാനുള്ള ചിലവ് കുറച്ചേ ഉണ്ടാവും, പക്ഷേ ഇപ്പം നമ്മൾ മുതിർന്നവരായാലും നമ്മൾ താഴെയുള്ളവർക്ക് പഠിക്കാൻ അതിനാവശ്യത്തിനുള്ള പൈസയെല്ലാം കൊടുക്കും, അത് ഓക്കെ. പക്ഷേ അവർ ലൈഫ് സ്റ്റൈലിനായിട്ട് സ്പെൻഡ് ചെയ്യുന്നത് അതിന് അമിത ചിലവ് എന്നാ പറയുക. അങ്ങനെയൊക്കെ പടത്തിൽ കുറേ നല്ല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും കാണുക.